നമസ്കാരം. ഇന്ന് ബുധൻ്റെ ചാരവശാലുള്ള ഫലം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഈ വീഡിയോ പിടിക്കാം. അതായത് ഡിസംബർ 15-ാം തീയതി രാവിലെ 9 മണിക്ക് ഞാൻ നിൽക്കുമ്പോൾ ഒരല്പം സങ്കടത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ സങ്കടത്തിന് ഹേതു ഇന്ന് രാവിലെ വെറുതെ ഒരു ന്യൂസ് ചാനൽ ഇട്ട് നോക്കിയപ്പോൾ പുലർച്ചെ 4 മണിക്ക് പത്തനംതിട്ടയിൽ ഒരു കാറും ബസ്സും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. അതിലും ഏറ്റവും വലിയ വിശേഷമായി തോന്നിയത് ഒരു കഴിഞ്ഞ നവംബർ 30-ാം തീയതി വിവാഹിതരായി 2 ആഴ്ച മലേഷ്യയിലേക്ക് മധുവിധു ആഘോഷിക്കാൻ പോയിട്ട് മടങ്ങി വരവെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർ അതിദാരുണമായി മരിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഡ്രൈവിങ്ങിൻ്റെ നമ്മുടെ കേരളത്തിൽ കൊലക്കളങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന റോഡുകളും ഈ ഡ്രൈവിങ്ങിൻ്റെ രീതിയും. അമിത വേഗതയാണ് അപകട കാരണം എന്നാ പറയുക. നോക്കൂ, നമുക്ക് മാറി വരുന്ന ഭരണ സംവിധാനങ്ങളൊന്നും തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ല. ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചും നിയമവിരുദ്ധമായും വാഹനം ഓടിക്കുന്നവരെയും പേപ്പറുകളെല്ലാം കറക്റ്റ് അല്ലാതെ വാഹനം കയ്യിൽ വച്ചിരിക്കുന്നവനെയും ഒക്കെ പിടിച്ച് പെറ്റി അടിക്കുകയല്ല വേണ്ടത്. അവൻ്റെ ഡ്രൈവിങ്, അവൻ ജീവിതകാലം പിന്നെ ഡ്രൈവ് ചെയ്യരുത്. ആ നിയമം ഉണ്ടാക്കി റോഡ് നിയമങ്ങൾ പരിഷ്കരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊക്കെ അറുതി ഉണ്ടാവൂ. എന്തുകൊണ്ടോ മാറി വരുന്ന നമ്മുടെ, ഞാൻ നെറികെട്ട എന്ന് തന്നെ പറയും, നെറികെട്ട ഭരണാധികാരികൾ ഇത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ നവംബർ 30-ാം തീയതിയാണല്ലോ ഇവർ വിവാഹിതരായത്. ഒരു കൗതുകത്തിലേക്ക് വേണ്ടി ആ ദിവസത്തെ സമയവിശേഷം ഞാനൊന്ന് നോക്കി. പഞ്ചാംഗം, അവർ ഏത് സമയമാണ് വിവാഹിതരായി എന്നെനിക്കറിയില്ല. എന്നാലും ആ പഞ്ചാംഗ വിശേഷം നവംബർ 30-ാം തീയതി വിശാഖം നക്ഷത്രം. വിശാഖം ഊൺ നക്ഷത്രമല്ല, മുഹൂർത്തത്തിന് കൊള്ളരുതാത്ത നക്ഷത്രമാണ്. കൃഷ്ണപക്ഷ ചതുർദശി. ഈ തിഥികളിൽ ഏറ്റവും മോശം തിഥിയാണ് കറുത്ത പക്ഷത്തെ ചതുർദശി, 14ാമത്തെ തിഥി. അടുത്ത് പുള്ളുക്കരണം, അതും കൊള്ളരുതാത്തതാണ്. അതികണ്ഠ നിത്യയോഗം, അതും ശുഭകർമ്മങ്ങൾക്ക് നന്നല്ല. ശനിയാഴ്ചയും ശുഭകർമ്മങ്ങൾക്ക് നന്നല്ല. നോക്കൂ, 5 കാലക്കേട് പിടിച്ച സമയവിശേഷമുള്ള ഒരു ദിവസമാണ്. ഞാൻ പറയുന്നു, അതുകൊണ്ടൊന്നും ആയിരിക്കില്ല, ആ സമയം വിവാഹിതരായതുകൊണ്ടായിരിക്കില്ല ഇത് പറ്റിയത്. എന്നാലും നമ്മൾ ചില സംഗതികൾ, ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചാംഗ ശുദ്ധി 5 നന്നായിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു 3 ശുഭകർമ്മങ്ങൾക്ക് സ്വീകരിക്കാവുന്ന, പ്രത്യേകിച്ച് തിഥി, ഇത്തരം കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കണം എന്ന് തലയിൽ കൈവച്ച് എൻ്റെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ സംഭവം വിവരിച്ചത്. ഇനി ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാര ഫലങ്ങളിലേക്ക്. ഈ ബുധൻ എന്ന ഗ്രഹം നമുക്കറിയാം, ആൺധർമ്മവും പുരുഷധർമ്മവും കൂടിക്കലർന്ന ഒരു ഗ്രഹമാണ്. ഒരു ഹ്ലീബ ഗ്രഹം എന്ന് പറയും. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു ഗ്രഹമാണ്. പക്ഷിഗ്രഹം എന്ന് പറയും. ഒരു ഗ്രഹനിലയിൽ ഏറെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രഹമാണ്. വ്യാഴത്തിനൊക്കെ അതിൻ്റേതായൊരു രീതി ഉണ്ടെങ്കിൽ, അല്ലെ മറ്റ് ഗ്രഹങ്ങൾക്ക്, ശനിക്കൊക്കെ അതിൻ്റേതായൊരു രീതി ഉണ്ടെങ്കിൽ, ബുധൻ ഇവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തങ്ങളായ ജീവിതയാത്രാനുഭവങ്ങളാണ് സൂചിപ്പിക്കുക. എല്ലാ പേരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സർവ്വ ആൾക്കാരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ആരെന്നൊന്നുമില്ല, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ബുധൻ്റെ സ്വാധീനം കൂടുതലുള്ള ആൾക്കാർ അവരെ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരുമായി, അവരുടെ സംസ്കാരവുമായി, അവരുടെ വർത്തമാനങ്ങളുമായി ഇഴുകിച്ചേരും. അതായത് നമ്മൾ സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ചിലരുണ്ടാകുമല്ലോ, അവരോടൊപ്പം കൂടുമ്പോൾ അവരിലൊരാളായി മാറും. പഞ്ചനക്ഷത്ര
സെറ്റപ്പിൽ ജീവിക്കുന്നവരോട് അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് ബഹുമാന്യരോട് എന്ന് നമ്മൾ ധരിക്കുന്നവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ ആ രീതിയിൽ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. ഞാൻ ജ്യോതിഷം പഠിച്ച ശേഷം എൻ്റെ ഗ്രഹനിലയെടുത്ത് ഒന്ന് നോക്കിയപ്പോൾ ബുധൻ്റെ സ്ഥാനവും ബുധൻ്റെ സംഗതികളുമൊക്കെ നല്ല രീതിയിൽ നിൽക്കുകയാണ്. ബുധൻ ഗണിതത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും അതിനൊക്കെ സൂചന തരുന്ന ആളാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായി എല്ലാ പേരോടും ഏത് വിഭാഗം ആൾക്കാരുമായിട്ടും സംസാരിക്കുന്ന, സംവദിക്കുന്ന, ഇടപഴകുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഈ ജാതകം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചാരവശാൽ ഫലങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഓരോ രാശിയിൽ നിന്നാലുള്ളൊരു ഫലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് പറയുന്നതിനോടനുബന്ധിച്ച് പറയുകയാണ്. പാപന്റെ രാശിയായ ചൊവ്വയുടെ രാശിയായ മേടവും വൃശ്ചികവും, ശനിയുടെ രാശിയായ മകരവും കുംഭവും, ഈ ചിങ്ങം രാശി രവി പാവനാണല്ലോ, ഈ 5 രാശികളിൽ നിൽക്കുമ്പോൾ ബുധൻ പാപനാകുന്നു എന്നാ പറയുക. പാപത്വം വരുന്നു. കള്ളുകുടിയനും ചൂതാട്ടക്കാരനും അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികളാണ് ഈ 2 രാശികളിലും ബുധൻ ജാതകത്തിൽ നിന്നാൽ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നെന്ന് പറഞ്ഞ് അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബുധനെ മാത്രം നോക്കിയിട്ടല്ലല്ലോ ഒരു ജാതകം തീരുമാനിക്കപ്പെടുക. ഞാൻ രാശിശീലം പറഞ്ഞ കൂട്ടത്തിൽ ബുധൻ്റെ രാശി നിൽപ്പിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ നിന്നാൽ കള്ളുകുടിയനും ചൂതാട്ടക്കാരനും ആകുമെന്ന് പറഞ്ഞ് 9 മണിക്ക് വീഡിയോ പോയി 9:30 മണി മുതൽ എനിക്ക് നിരവധിയായ വിളികൾ. എന്താണത്? സ്ത്രീകളാണ് വിളിക്കുക. എൻ്റെ ഭർത്താവിൻ്റെ ജാതകത്തിൽ സാറേ ബുധൻ വൃശ്ചികത്തിലാണ് നിൽക്കുന്നത്, സാറ് പറഞ്ഞത് ശരിയാണോ? അദ്ദേഹം കള്ള് കുടിക്കുമോ? കള്ള് കുടിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല. പിന്നെ അദ്ദേഹം കുടിക്കില്ലായിരിക്കും, എന്നാലും ഒളിച്ച് അങ്ങനെയൊക്കെ. ഞാൻ ചെയ്ത വീഡിയോ ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്ന് എനിക്ക് തോന്നി. അയാൾ പാവപ്പെട്ടവരായിരിക്കും. അങ്ങനെ നിന്നു എന്ന് മാത്രം അങ്ങനെ ആകണമെന്നും നിർബന്ധമില്ല. ഇത് ഓരോ നിയമങ്ങൾ പറഞ്ഞു വെച്ച് പോവുകയാണ്. ഇത് ഒട്ടനവധി നിയമങ്ങൾ കൂട്ടിക്കുഴയുമ്പോഴത്തേക്ക് ആ ഒരു ജാതക നിരൂപണം സാധ്യമാവുന്നത്. അതുപോലെ നല്ലതും പൊല്ലാത്തതുമായിട്ട് മിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് മീനൻ രാശിയും കർക്കിടകൻ രാശിയിലും ബുധൻ നിന്നാൽ. കർക്കിടകം രാശിയിൽ ബുധൻ നിന്നാൽ വെള്ളം, തോണി, കപ്പൽ മുതലായ സംഗതികളിൽ നിന്ന് സമ്പത്തുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാര്യം പറയുന്നു, സ്വജനങ്ങളാൽ വെറുക്കപ്പെടും. അത് നല്ല ആൾക്കാരും സ്വജനങ്ങളാൽ വെറുക്കപ്പെടുമല്ലോ. സ്വജനങ്ങളുടെ എല്ലാ പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ജീവിതം നയിക്കുക, വ്യക്തിത്വത്തോടെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് അതൊരു കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഈ രാശി മീനൻ രാശി ബുധൻ നീചനാകുന്ന രാശിയാണ്. എന്നാലും പരസേവനം പറയുന്നുണ്ട്. പിന്നെ പായ നെയ്ത്ത്, ചെറിയ ചെറിയ കരകൗശലം എന്നീ താഴ്ന്ന പണികളാണ് എന്നാണ് വിവർത്തകൻ പറഞ്ഞു വച്ചേക്കുന്നത്. ഒരു പണിയും താഴ്ന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പരസേവനം പറയുന്നുണ്ട്. പായ നെയ്ത്താണെങ്കിലും അയാൾ തൊഴിൽ ചെയ്യുമല്ലോ. അതുകൊണ്ട് ബുധൻ നീചനാണ് എന്നുള്ളതിൽ വലിയ അർത്ഥമൊന്നും കൽപ്പിക്കേണ്ടതില്ല. മറിച്ച് ശുക്രൻ്റെ രാശികൾ, ബുധൻ്റെ തന്നെ രാശികൾ, ഈ രാശികളിലൊക്കെ നല്ല ഫലങ്ങളാണ് പറയുക, അത്യധികം നല്ല ഫലങ്ങളാണ് പറയുക. അപ്പോൾ ജാതകത്തിൽ അതവിടെ നിൽക്കട്ടെ, രാശിയുടെ കാര്യം നിൽക്കട്ടെ. ജാതകത്തിൽ ബുധൻ നിന്നാൽ ബുധന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് 12ാം ഭാവമൊഴിച്ച് ബാക്കി എല്ലാ ഭാവങ്ങളും നന്ന്. ശ്രദ്ധിക്കുക, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 12ാം ഭാവമൊഴിച്ച് ബാക്കി എല്ലാ ഭാവങ്ങളും ബുധന് നന്ന്. 12 നിന്നാൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടും എന്നാ പറയുക. അത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇനി ബുധൻ്റെ ചാരവശാലുള്ള ഫലഭാഗത്തിലേക്ക്.
ബുധൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ, അതായത് ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ധനനാശത്തെയും, 2-ൽ നിൽക്കുമ്പോൾ ധനപുഷ്ടിയെയും, 3-ൽ ശത്രുഭയത്തെയും, 4-ൽ ധനലാഭത്തെയും, 5-ൽ ഭാര്യ പുത്രൻ മുതലായവരുമായുള്ള കലഹത്തെയും, 6-ൽ കാര്യജയത്തെയും, 7-ൽ ബന്ധുജന കലഹത്തെയും, 8-ൽ പുത്രധന ലാഭത്തെയും, 9-ൽ കാര്യവിഘ്നത്തെയും, 10-ൽ സൗഖ്യത്തെയും, 11-ൽ നിൽക്കുമ്പോൾ പുഷ്ടിയെയും, 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശത്രുക്കളിൽ നിന്നുള്ള ഭയത്തെയും തോൽവിയെയും അനുഭവിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നുവല്ലോ, ജാതകത്തിൽ 12-ാം ഭാവം ഒഴിച്ച് ഏത് ഭാവത്തിൽ ബുധൻ നിന്നാലും നല്ലത് 8 അടക്കം. പക്ഷേ ചാരവശാലുള്ള സഞ്ചാരം വരുമ്പോൾ 6 രാശികൾ മാത്രമേ നന്നായി വരുന്നുള്ളൂ. അതേതാണ്? 6 രാശികളല്ല, 6 ഭാവങ്ങൾ. 2-ാം ഭാവവും 4-ാം ഭാവവും 6-ാം ഭാവവും 8-ാം ഭാവവും 10-ഉം 11-ഉം. നമുക്കത് കണക്കാക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? ഇരട്ട സംഖ്യകൾ തുടക്കം മുതൽ അങ്ങോട്ട് പിടിക്കുക. 2, 4, 6, 8, 10. ആ 10-ൻ്റെ കൂടെ തൊട്ടടുത്ത 11. കാര്യം സിമ്പിളാണ്. ഈ വീഡിയോ പഠിക്കുന്ന ഇന്നേക്ക്, അതായത് ഡിസംബർ 15-ാം തീയതി, ബുധൻ ഇവിടെയാണ് നിൽക്കുക. രവിയുടെമായി നിപുണ യോഗം ചെയ്താണ് ചാരവശാൽ നിൽക്കുക. ബുധൻ 10-12 ദിവസം കൂടെ അവിടെ ഉണ്ടാവും. പക്ഷേ ഈ നിപുണയോഗം ഇന്നത്തോടെ തീരുകയും നാളെ സൂര്യൻ ഇങ്ങോട്ട് സംക്രമിക്കും. ഈ രാശി മാറും, ധനുവിലേക്ക് മാറും. ധനുവിലേക്ക് മാറുമ്പോൾ അത് ധനുമാസം രവി നിൽക്കുന്നതാണല്ലോ. രവി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വൃശ്ചിക മാസം എന്ന് പറയുക. ഈ വൃശ്ചിക മാസം ഇന്നുകൂടെ ഉള്ളൂ. നാളെ രവി ഈ രാശി വിട്ട് മാറുന്നതോടുകൂടി ധനുമാസം ആരംഭിക്കുകയായി. അപ്പോൾ പലരുടെയും ലഗ്നം പലതായിരിക്കണമല്ലോ. മേടലഗ്നക്കാരൻ്റെ 8-ലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത്. മേടലഗ്നക്കാരൻ്റെ 8-ലൂടെയുള്ള ബുധസഞ്ചാരം നന്നാണ്. ഈ മട്ടിൽ ബാക്കി എല്ലാ ലഗ്നക്കാരും കണ്ടുകൊള്ളണം ഈ ചാർട്ട് വെച്ച്. ഞാൻ ഓരോ ലഗ്നത്തിന് പറയുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കി സ്വയം എടുക്കുക. എന്നാലും ഒരിക്കൽ കൂടി പറയാം. ഇടവലഗ്നക്കാരൻ്റെ 7-ലൂടെ ബുധൻ സഞ്ചരിക്കുന്നു. 7 നന്നല്ല. മിഥുന ലഗ്നക്കാരൻ്റെ 6-ലൂടെ സഞ്ചരിക്കുന്നു, നന്നാണ്. ബുധൻ നൽകുന്ന സൂചനകൾ. കർക്കിടക ലഗ്നക്കാരൻ്റെ 5-ലൂടെ നന്നല്ല. ചിങ്ങലഗ്നക്കാരൻ്റെ 4-ലൂടെ നന്നാണ്. ഈ ലഗ്നക്കാരൻ്റെ, കന്നി ലഗ്നക്കാരൻ്റെ 3-ലൂടെ സഞ്ചരിക്കുന്നു, നന്നല്ല. തുലാം ലഗ്നക്കാരൻ്റെ 2-ലൂടെ സഞ്ചരിക്കുന്നു, നല്ലതാണ്. ധനു ലഗ്നക്കാരൻ്റെ 12-ലൂടെ ഉള്ള സഞ്ചാരം നന്നല്ല. കുംഭലഗ്നക്കാരൻ്റെ 11-ലൂടെ സഞ്ചരിക്കുന്നു, നല്ലത്. മകരലഗ്നക്കാരൻ്റെ 10-ലൂടെ സഞ്ചരിക്കുന്നു, നല്ലത്. മീനലഗ്നക്കാരൻ്റെ 9-ലൂടെ സഞ്ചരിക്കുന്നു, നന്നല്ല. അപ്പോൾ ഈ മട്ടിൽ ഈ ബുധൻ നല്ല രീതിയിലല്ല സഞ്ചരിക്കുന്നത് കഴിഞ്ഞ് പേടിച്ചു പോകണ്ട. ബാക്കി 6 ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അടുത്ത ചന്ദ്രൻ്റെ കൂടെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞ ശേഷം എല്ലാ ഗ്രഹങ്ങളുടെയും ഈ സമയത്തെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, എന്ത് നിഗമനത്തിലെത്താം എന്നുകൂടെ ഞാനൊരു എപ്പിസോഡ് കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി.